ഗൈസ്, അപ്പം നമ്മളിന്നൊരു പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾ കളിക്കാൻ വന്ന് ഫ്രീ ഫയർ മാക്സ് ആണ് ഗൈസ്. അപ്പം ലൈക്ക് അടിക്കുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഞാനൊരു പോസ്റ്റ് ഇട്ടിനി, അതൊന്ന് നോക്കിയിട്ട് വന്ന് അങ്ങനെ എന്തെങ്കിലും ആയിക്കോട്ടെ. അപ്പം നമുക്ക് 31 സബ്സ്ക്രൈബേഴ്സ് അടിച്ചു, അത് അന്നേ പറഞ്ഞു, പ്രശ്നമില്ല. ഓക്കെ ഗൈസ്, ഗെയിം ഡൗൺലോഡ് ആവുന്നുണ്ട് ഗൈസ്. ഞാൻ ഡയമണ്ട് വന്നെത്തി. പിന്നെ നമ്മളിന്ന് സ്ക്രീൻ റെക്കോർഡ് ചെയ്യുന്ന വേറൊരു ആപ്പിൽ നിന്നാണ്. ഏത് സ്ക്രീൻ റെക്കോർഡറല്ല, വേറെ എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ടല്ലോ, രമണൻ, ഇല്ല തോന്നുന്നു, ഇതുവാ എന്തെല്ലോ ഉണ്ട്. നമ്മൾ നിങ്ങൾക്ക് ഫ്രീ ഫയറിനാണല്ലോ ഗൈസ്. ഞാൻ ഇന്ന് വേറൊരു ആപ്പിൽ നിന്നാണ് ഞാൻ ഇന്ന് വീഡിയോ എടുക്കുന്നത്. ഞാൻ ഇത്രയും കാലം ചെയ്തത് ഏതൊരു സ്ക്രീൻ റെക്കോർഡറാണ്. ഈ ആപ്പാണ്, കുഴപ്പമില്ല, ഒരു ആപ്പാണ്. അതും ഒരു നല്ലൊരു ആപ്പാണ്. ഇപ്പം അതിലെന്തോ പ്രശ്നമാറ്റം പറ്റുന്നുണ്ടാവും. ഞാൻ വേറൊരു സ്ക്രീൻ റെക്കോർഡറിലേക്ക് ഒന്ന് ഭയങ്കര ആളാറ്റം കൂടി. ഞാൻ അൺഫോളോ ചെയ്യണ്ട, ഫോളോ ചെയ്യാം. തേർഡ് ഇറങ്ങുന്നു. ഏതോ നല്ല സ്ഥലമായാൽ മതിയായിരുന്നു. കുറച്ച് എനിമീസും, എന്നാൽ ആ എനിമീസിന് നമ്മൾ അത്ര പവറൊന്നും ഇല്ലാത്തത്. അങ്ങനത്തെ സ്ഥലമൊന്നും കിട്ടൂലടേ, എനിമീസിൻ്റെ പവർ കാണുന്ന സ്ഥലം. ഇന്നൊരു ഭയങ്കര നല്ലതാ കൊണ്ടാലും. കുറച്ച് നിന്നിട്ട് കളിക്കുമ്പോൾ എന്തോ ഒരു പ്രശ്നമുണ്ടോ. നമ്മുടെ ഫ്രണ്ടിനെ നൈസായിട്ടൊന്ന് ഹിറ്റാക്കാം. ഇല്ല, ഓനെ അടിക്കാൻ പറ്റില്ല. ഹുക്ക് ഗൺ, ഐ ലവ് ദാറ്റ്. നമുക്ക് ഭയങ്കര ഇഷ്ടമാവും ഹുക്ക് ഗൺ. ഇപ്പോൾ പണ്ടായിരിക്കും ഹുക്ക് ഗൺ എന്ന് പറഞ്ഞാൽ ഒന്നും സാധനം പോലെ അറിയില്ല, പക്ഷെ ഞാൻ എടുക്കും. എനിക്ക് കാട്ടുകാളയും എടുക്കും ഗൈസ്, പക്ഷെ ഞാനതെടുത്ത് കാട്ടുകളയും. കിങ്ഫിഷർ മതി, അതാണ് ഇതിനെക്കാട്ടി നല്ല ഫാസ്റ്റിൽ പോകുന്നതും, ബട്ട് എന്നാലും നല്ല പവറും ഉള്ളതാണ്. സ്കിൽ ഓൺ കൂൾഡൗണാ, സ്കിൽ ഷേപ്പാ, എന്തോ തേങ്ങയുടെ ചക്ക പറഞ്ഞിട്ടുണ്ട്. എൻ്റെ അളിയാ കണ്ടാലും ഇതൊരിക്കലും കാണുന്നില്ലല്ലോ. കണ്ടാ തന്നെ പോയി നേരെ ഇങ്ങോട്ട് പോയി ഇവിടെ ഇങ്ങനെ ഒളിച്ച്. അയ്യോ, ഞാൻ അതെൻ്റെ ഫ്രണ്ടാണ്. ചില സമയത്ത് എൻ്റെ കീയെല്ലാം പറഞ്ഞാലേ $300. ഡോളറല്ല, എന്തോ 500. ഇതിനെക്കൊണ്ട് ഞാൻ ആനേനെ എടുത്ത് മാറിക്കോ പണ്ടാരം. എനിക്ക് തന്നെ മതി, അതെയാവും. നമുക്ക് ഇത് വാങ്ങാം. വാങ്ങിയേക്കാം.
നമുക്ക് എന്നിട്ട് ഇവിടുന്ന് തന്നെ സ്കില്ലെല്ലാം ടെസ്റ്റ് ചെയ്യാം. എടാ ഹുഗണിൻ്റെ ഇത് പോവുക പണ്ടാരം. ഇല്ല, അടുത്തേക്ക് ഹുഗണിട്ടൊരു പറക്കാൻ ആവൂലേ? ആവൂല. നമുക്ക് സ്പൈഡർമാനെ പോലെയാവാ. ഫസ്റ്റ് ഇട വല, അപ്പുറത്തെ കാട്ടില് വല. എടാ പോയില്ല. വേഗം ഇതിട്ടോ. മരോ പണ്ടാരം കൊടുന്ന അടി കിട്ടി. ഓക്കെ, നൈസായിട്ട് കണ്ടു. ആടാ പെട്ടെന്ന് ചത്തു. എന്താണെന്നൊന്നും എനിക്കറിയില്ല. അത് അവിടെ ഒന്ന് ഹെൽപ്പ് ചെയ്യണം. ഇത്ര 2 മീറ്റർ അകലത്തിലുണ്ടായിട്ടോളൂ. ഹെൽപ്പ് ചെയ്യടാ. സങ്കടം വരേ? ഓ ചെക്കൻ തന്നെ. ഞാനും ഇങ്ങനെ നിങ്ങളെ ഹെൽപ്പ് ചെയ്യണമെങ്കിൽ വേണം, ഹെൽപ്പ് ചെയ്യണം. നോക്കടാ, എന്നെ ഫസ്റ്റ്. 2 ഫസ്റ്റ് ചെയ്തല്ല. എന്തായാലും ഞാൻ പിന്നെ ഒന്ന് പറയാനാണ്. നമുക്ക് ഇവിടെ ചെയ്യണ കുഴപ്പമൊന്നും ഉണ്ടാവില്ല, വിശ്വസിക്കാം. കുറേ ലൂട്ട് കിട്ടി. എന്താ കുണ്ടിക്കുന്ന നല്ല വെടി വെക്കുന്ന പോലെ തോന്നുന്നു. അതിന്റെ അപ്പുറം ഭയങ്കര പിച്ചട്ടമ്പഴേടാ ടംബ്രി. അങ്ങ് അപ്പുറാണ് ഗൈസ് എനിമി സ്പോട്ട്. നമുക്ക് പതുങ്ങി പോയി. അപ്പൊ ഞാൻ പൊട്ടനാ? നമുക്ക് ഈ പവറിന് വെറുതെ ആണ്. എടാ അതെന്തിരടാ അടുത്ത്? ഇത് കിങ് ഫിഷർ അല്ലേ? അല്ല, അതെയാ? എനക്കറിയില്ല ഗൈസ്. ഹുഗൺ 20 ഇതാവുണ്ടാ? ഇത്ര റയറായിരിക്കും. താഴേക്ക് പോവാ ഗൈസ്. ഓക്കെ ഗൈസ്, ചെറുതായിട്ട് തന്നെ എവിടുന്നോ ഏതോ ഭാഗത്തുനിന്ന് അടിച്ചിട്ടുണ്ട് ഗൈസ്. നോക്ക്, ഗണ്ണിട്ട് ഇതിൻ്റെ മണ്ടക്ക് കയറാം. കുഴപ്പമൊന്നുമില്ല, ഞാൻ സഹിച്ച്. അതോ സായിയുടെ നിലം പറയും പൊരിഞ്ഞ അടിയാണ്. അയ്യോ, മല കീയാൻ കുഴപ്പമില്ലാത്തൊരു എളുപ്പമാണ്. ചിലപ്പോൾ ലൈഫ് വരും. ഇല്ല,
എടാ എന്നെയും വണ്ടിയിൽ കേട്ടോ. ആയിക്കോട്ടെ മുട്ട. ഒറ്റയാളെ നിൽക്ക്, ഞാനും കേറുന്നുണ്ട്. എനിക്ക് ഈ വണ്ടി സ്വന്തം. ഞാൻ ചില ഷോർട്സിലെല്ലാം കാണലുണ്ട് ഗൈസ്. പിന്നെ വണ്ടി എടുത്ത് പാർപ്പിച്ചിട്ട് എല്ലാം എണ്ണത്തിനും പടേന്നാക്കും. അതെനക്കും ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷെ ചെയ്യാൻ പറ്റൂല എന്ന് എനക്കും അറിയാം. എന്നാ ഊക്കി വിട്ടിട്ടുണ്ട് ഗൈസ്. അത് ഏടുന്നപ്പോ പണ്ടാര കോറു ആടിട ഗൈസ്. ഓ മനസ്സിലായി മക്കളെ, എൻ്റെ മണ്ടക്ക് വെക്കുന്നുണ്ട്. എടാ എന്നെ കൊന്നുരാ. എന്തായാലും എനിക്ക് ഒട്ടും ഇഷ്ടമല്ല. എടാ ഹെൽപ്പ് ആടാ. 22 മീറ്റർ. എടാ ഹെൽപ്പ് ആടാ. ഈ സ്ഥലത്തേക്ക് വരണ്ടായിരുന്നു. ആരോ എന്നാ ഹെൽപ്പ് ചെയ്യാനെല്ലാം പറഞ്ഞു. അവിടെ മുട്ടുപണിതാ. സൂപ്പർ റിവൈവാ. അതെ, ആ ഹെൽപ്പ് ചെയ്യാന്ന് പറഞ്ഞ തന്നെ. എൻ്റെ മണ്ടക്ക് എനിമീസ് ഉണ്ട്. ഇവിടെ ചെയ്യാം. എൻ്റെ മണ്ടക്കാന്നല്ല പണ്ടാരം. ഉണ്ടാ പറഞ്ഞു. നമുക്ക് പുകണുണ്ടെങ്കിലും പ്രശ്നം. പുള്ളിക്കോ ഞാനിപ്പം നേരെ വെറുതെ ലൈഫ് ആക്കിയിട്ട് ഞാനിപ്പോൾ ചാവും കഴിച്ചു. ആടെ ടവറിൻ്റെ അടുത്ത് എനിമീസ് ഉണ്ട്. പണ്ടാരം ഇപ്പം എന്നൊരു വെടി വെച്ചാൽ ഞാൻ തീരും. ഓക്കെ കിട്ടി ഗൈസ്, കുറേ സാധനങ്ങളൊക്കെ. ഗൈസ് അതിൻ്റെ മണ്ടക്ക് തന്നെ കാണാണ്ടിക്കത്തും എന്ന് പ്രാർത്ഥിച്ചിട്ട് കോട എന്താ കുറച്ച് ലൈഫ് കിട്ടാം. അല്ലെങ്കിൽ ഭയങ്കര സീന. ഉണ്ടാരം അടി എന്താ ഇങ്ങനെ ഹാങ് ഉണ്ടാവില്ലല്ലോ. ഓക്കെ സീർന്നൊന്ന് ശ്വാസം വിടാം. ശ്വാസം വിടുമ്പോഴത്തേക്ക് ഓരോന്നിനും എൻ്റെ മുമ്പിൽ വന്ന് നമുക്ക് എന്നെ കാണുകയും ചെയ്യും, എന്നെ വിട്ടിടുകയും ചെയ്യും. ഞാൻ പറഞ്ഞു ഭയങ്കര ജാതിയാണ് കേട്ടോ പണ്ടാരം. ഓടിയോ കൊണ്ടുറക്കി ഒന്ന് ഹെൽപ്പ് ചെയ്യണം ലാസ്റ്റ്. എന്നെ ഹെൽപ്പ് ചെയ്തോനില്ല. ഉണ്ട് ഉണ്ട് അതിൽ ഇവൻ തന്നെ ഇവളാ ഇവനാ കളിക്കുന്ന ഇവള്. പക്ഷെ അത് കൺട്രോൾ ചെയ്യുന്നവരൊന്നും അവിടെ എന്തൊന്ന് ഹെൽപ്പ് ചെയ്യണം. അതായത് എന്നോട് ടിന്നയച്ച് നല്ല മക്കളല്ലേ. എടാ പിന്നെ ഹെൽപ്പ് ചെയ്യാനിട്ടൂടോ. എന്നോട് അടുത്താരി അടി ഇവന് ഇങ്ങനത്തെ തോക്ക് കിട്ടിയത് മറ്റേ സ്ഥലത്തുനിന്നാണ്. പക്ഷെ കാസിന് കിട്ടണം എങ്കിൽ ഞാൻ മറ്റേ എന്താ അതിൻ്റെ പേര് എനിക്കൊന്നും അറിയില്ല.
എടാ ഹെൽപ്പ് ചെയ്യടാ. ഇപ്പം ആ സ്ഥലം സേഫ് സോൺ പിടിച്ചടക്കും. ഓക്കെ ഗൈസ്, അവിടെ എനിമി സ്പോട്ട് ആയിട്ടുണ്ട്. എടാ ഈ എന്ത് എനിക്കങ്ങനെ ഹെൽപ്പ് ചെയ്തുകൂടാ. ആ അവന് ഇല്ല. ഇവൻ എന്നെ നേരത്തെ സൂപ്പർ റിവൈവിലൊന്ന് എന്നാ നിന്നെ ജയിപ്പിക്കോ? ഉറപ്പ് 10ൽ 100,000% ഉറപ്പ്. 100,000 10ൽ 100,000. എടാ അവസാനം പോയി. ഓ നമ്മളെ ചെക്കനാ ചെയ്യുന്നു പോട്ടാ. ഒന്നും എണീറ്റ് സ്കോപ്പ് ഉണ്ടായി. ഇല്ലടാ സ്കോപ്പ് ഇല്ല തോന്നുന്നു. എടാ തീടാ തീ ഐറ്റം. ഇവിടെ ലൈഫ് അവിടെ ഇരുന്നു. അത് ബ്രൗളറിന്റെ പ്രശ്നമൊന്നുമല്ല, ഈ മറ്റേ സേഫ്റ്റി അതെല്ലാം എടുത്തിനല്ലോ ബ്രൗളറിന്റെ. എടാ എടാ എടുത്ത ഇതുവായിരുന്നു. അങ്ങനെ താഴെ എടാ നമ്മളൊന്നും ഹെൽപ്പ് ചെയ്യില്ലല്ലോ. ആയിക്കോട്ടെ ആയിക്കോട്ടെ. ഇവന് 700 റുപ്യായി. ഇവൻ രക്ഷിക്കാനാ പോകുന്നു നമ്മളെ. എടാ ഇപ്പം നമ്മളെ രക്ഷിക്കാൻ പറ്റും, പിന്നെ കിട്ടുകയും ചെയ്യില്ല. മൂഞ്ചി പോകേണ്ട അവസ്ഥ. എടാ പറയുന്ന 4 എന്നാന്നിങ്ങനെ നിർത്തോ. നമുക്കൊരു പ്രശ്നമില്ല ഗൈസ്. മറ്റൊന്നതിൽ ചത്ത് ഇവനെന്തൂട്ട തേങ്ങ. എടി ഇവനെന്ത് തേങ്ങ ഒറ്റക്ക് ചെയ്യാനാടാ? ചിലപ്പം ചെയ്യും. അത്രയും കിണ്ണം കളിയാടാ. അത് ആ കേറ്റസിനെ ഒളിഞ്ഞിട്ട് തന്നെ ഇങ്ങനെ കളിക്കണ്ടല്ലോ. എടാ മോനെ 8 എണ്ണത്തേക്കില്ല. ഓല്ല വണ്ടി എങ്ങനാ 11 ട്രോഫി തല. അപ്പോൾ അതായത് ഇന്നത്തെ ഇത്രയല്ല. പലർക്കും ബൈ.